ഈ മാസം 18 തീയതി രാത്രി 19-ാം തീയതി അതിരാവിലെയാണ് കണ്ണവം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന കണ്ണൂർ സിറ്റി പോലീസിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വീട്ടിന് നേരെ ഒരു ആക്രമണം ഉണ്ടായത്. രാത്രിയിൽ ശബ്ദം കേട്ട് പുറത്ത് ഇറങ്ങിയ സമയത്ത് വീടിൻ്റെ പരിസരത്ത് ഒരു സ്റ്റീൽ ബോംബ് കണ്ടെത്തുകയായിരുന്നു. പിന്നീടുള്ള അന്വേഷണത്തിലാണ് അത് വീട്ടിന് നേരെ ആക്രമണം നടന്നതാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞത്. ഇതിൻ്റെ ഭാഗമായിട്ട് കണ്ണവം പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ 128/26 ആയിട്ട് എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തു. രാത്രിയിൽ നടന്നുകൊണ്ട് തന്നെ ഇനീഷ്യലി ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എവിഡൻസ് അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ആൾക്കാർ ആരാണ് ചെയ്തത് എന്നുള്ളതിനെപ്പറ്റി കണ്ടുപിടിക്കുന്നതിന് ഒരുപാട് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നമ്മൾ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഫോം ചെയ്തു. അതിൻ്റെ ഭാഗമായി കൂത്തുപറമ്പ് ACP സിബി ടോം, അതുപോലെ കണ്ണവം SHO സുമിത്ത്, SI അനൂപ് ഉൾപ്പെടെ SI ഹാഷിം, ദീപേഷ്, പ്രജിത്ത്, ബിജേഷ്, സുജിത്ത്, സുധീഷ്, പ്രജീഷ്, ഷമീർ, അർഷിത എന്നിവരുൾപ്പെടെയുള്ള ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നമ്മൾ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് രൂപീകരിച്ചു. അതിനെ തുടർന്ന് വളരെ വിശദമായ രീതിയിൽ തന്നെ ഈ ഒരു ഇൻസിഡൻറ്റിൻ്റെ പുറകിൽ ആരാണ് എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വളരെ ഇൻറ്റൻസീവായിട്ടുള്ള ഒരു സെർച്ച് കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് പോലീസ് നടത്തുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ഈ കേസിലെ പ്രതികളായിട്ടുള്ള 2 പേരെ ആ സമയത്ത് അവിടേക്ക് വന്ന് ഈ ഇൻസിഡൻറ്റിൽ നേരിട്ട് പങ്കെടുത്ത 2 പേരെ, അതിൽ 1-ാം പ്രതി രാഹുൽ, 2-ാം പ്രതി ജിതിൻ എന്ന 2 ആൾക്കാരെ പോലീസ് ഇന്ന് രാവിലെ കസ്റ്റഡിയിലെടുത്തു. ബാക്കി വിശദമായ രീതിയിൽ ഈ കേസ് അന്വേഷിച്ചു വരിക. ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് പോലീസിൻ്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ മനസ്സിലായിട്ടുള്ളത് കണ്ണവത്തെ ഈ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ചിട്ട് ചെറുവാഞ്ചേരി, ചുണ്ടയിൽ, തുടിക്കളം തുടങ്ങിയ ഭാഗങ്ങളിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സംഘർഷ സാഹചര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വളരെ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള ആക്ഷൻസാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അതിൽ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ, കാപ്പ ഉൾപ്പെടെയുള്ള നടപടികൾ പോലീസ് എടുത്തിട്ടുണ്ട്. വളരെ ഇൻറ്റൻസീവായിട്ടുള്ള ചെക്കിങ്ങും റെയ്ഡ്സും ഈ ഭാഗങ്ങളിൽ പോലീസ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ആത്മവിശ്വാസത്തെ നിർവീര്യമാക്കുക എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ പ്രതികൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വഴി അവരെ കൂടുതലായിട്ട് പ്രതികളെ പിടികൂടുന്നതിനും വളരെ കൂടുതലായിട്ടുള്ള സ്ട്രിഞ്ചൻ്റ് ആക്ഷൻസിലേക്ക് പോലീസ് മുന്നോട്ട് പോകും എന്നാണ് സിറ്റി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് പറയാനുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതലായിട്ടുള്ള ആൾക്കാരുടെ ഇൻവോൾവ്മെൻറ്റ് പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള ആൾക്കാരെ അവരുടെ റോള് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുന്നതിനോടൊപ്പം കൂടുതൽ അറസ്റ്റ് ഈ കേസിലേക്ക് ഉണ്ടാവും. ഈ പോലീസുകാരനോട് എന്തെങ്കിലും പ്രത്യേക വൈരാഗ്യമോ അങ്ങനെ എന്തെങ്കിലും ചോദ്യം ചെയ്തു നമ്മളുടെ അന്വേഷണത്തിൽ മനസ്സിലാകുന്നത് ഇത്തരത്തിലൊരു ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു പോലീസ് ആക്ഷൻസ് ഇവിടെ ഉണ്ടാകുന്നത് കൊണ്ട് പോലീസിൻ്റെ ഒരു എൻറ്റിറ്റി എന്ന രീതിയിൽ, ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്ന രീതിയിൽ ഒരാൾ ആക്രമിക്കുക എന്നുള്ളതാണ് അക്രമികൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഈ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ആസൂത്രിതമാക്കിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ എത്ര പേര് ഇതിന് പിന്നിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാവുന്നു? നിലവിൽ ഈ ഇൻസിഡൻറ്റിൽ നേരിട്ട് പങ്കെടുത്ത 2 പേരാണ്. പക്ഷേ ഇതിൻ്റെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ പിന്നിൽ മറ്റാരെങ്കിലുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ടോ എന്നുള്ളത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ടീം കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കയ്യിൽ നിന്നും മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ഗാഡ്ജറ്റ്സുകൾ നമ്മൾ സീസ് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെടുത്തിയിട്ടൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷന് ശേഷം ഫർദർ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് നമുക്ക് അറിയാം. 2 പേര് മറ്റു കേസുകളിലെ പ്രതികളാണോ? ഇപ്പോൾ നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്ന 2 പേർക്കും പല ക്രിമിനൽ കേസുകളും ഉള്ള ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരാണ്. അവരുമായി ബന്ധപ്പെടുത്തിയിട്ടും കൂടുതലായിട്ടുള്ള മുൻകാലങ്ങളിലെ കേസുകളിലേക്കുള്ള ബോണ്ട് വയലേഷൻസുമായി ബന്ധപ്പെടുത്തിയിട്ട് ജാമ്യാവസ്ഥ റദ്ദ് ചെയ്യുന്നതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കും. ഈ പ്രതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർ പല കേസുകളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതിൽ മുൻപ് രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ പ്രതികളായിട്ടുള്ള ആൾക്കാർ ഈ കേസിലുണ്ട്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെടുത്തിയിട്ട് പോലീസിന് പറയാനുള്ള കാര്യം ഇത്രയാണ്: ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പോലീസ് ഔദ്യോഗികമായിട്ടുള്ള കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായിട്ടാണ്, ഈ പറഞ്ഞിരിക്കുന്ന സമാധാന അന്തരീക്ഷം കാത്തുസൂക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പോലീസിൻ്റെ ഭാഗത്ത് നടപടികൾ ഉണ്ടാകുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് പോലീസിൻ്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുക എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതൊക്കെ വൃഥാവിലാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെട്ടുള്ള മുഴുവൻ ആൾക്കാരെയും പോലീസ് അറസ്റ്റ് ചെയ്യും. കൂടുതൽ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകും.